Hi friends, we are in Kakkadampoyil. Kakkadampoyil Cloud Center Resort. We are in a cooking video. This Cloud Center Resort we are friends and family chill resort. This Cloud Center. We have a swimming pool and park. There reception and party hall and mic set. Back open kitchen. Now, this Cloud Center Resort, we have a full video on our channel Ideal Malayalam. Now, the link in the description box. Now, this Cloud Center, we have a cooking video. Now, chicken we have gas and gas നല്ല മഞ്ഞല്ലേ നല്ല മഞ്ഞുണ്ട് അപ്പോൾ ചിക്കൽക്ക് ഈ 4 ചേരുവകൾ ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് അടിപൊളി ഡിഷ് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ അതെന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം മഞ്ഞൾപ്പൊടി വറ്റൽമുളക് തേങ്ങാക്കൊത്ത് ചെറിയുള്ളി പിന്നെ ഉപ്പുമുളക് എല്ലാവരും ഇടുമല്ലോ അപ്പോൾ ഉപ്പും ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഈ ചിക്കൻ്റെ വിഭവം ഉണ്ടാക്കുന്നതിന് നമുക്ക് ചിലവും കുറവാണ് ചേരുവകളും കുറവാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ഗ്യാസ് കത്തിക്കാം ആദ്യം തന്നെ ചട്ടി വെച്ചെടുക്കാം ചൂടായ ചട്ടിക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണേ കുറച്ചുകൂടി ഒഴിക്കാം ഇത് ക്ലൗഡ് സെൻറ്ററിൻ്റെ നല്ല നാടൻ കറിവേപ്പിൻ്റെ ഇല കേട്ടോ ഇത് ഞാനിതുവരെ കണ്ടിട്ടില്ല ഒരു നീണ്ട ഇലയാണ് നമുക്ക് വേഗം തന്നെ ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുകയാണേ ഇത് 500 ഗ്രാം ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഉള്ളീനെ നല്ല രീതിക്കൊന്ന് വാട്ടിയെടുക്കണം നമുക്ക് ഉള്ളി ഏകദേശം വാട്ടർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് തേങ്ങാക്കൊത്തിടാം അപ്പോൾ ഇതിൽ ഞങ്ങൾ ഒരു മുറി തേങ്ങയാണ് ഇട്ടത് ചെറുതാക്കി അരിഞ്ഞിട്ട് തേങ്ങാക്കൊത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് സമയമായി ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇടല്ലേ അത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ഈ വറ്റൽമുളക് എന്നൊക്കെ പറഞ്ഞാൽ എരിവിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ എരിവൊക്കെ അവനതിൻ്റെ പാകത്തിനിടണേ ഞങ്ങൾ ഇതിക്ക് ചേർത്തത് 150 ഗ്രാമാണ് കേട്ടോ ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി എല്ലാം കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണേ അപ്പോൾ അത് ചേർക്കുകയാണ് പിന്നെ എരിവിന് ഈ ഒരു വറ്റൽമുളക് മാത്രമേ ചേർക്കണുള്ളൂ വേറെ മുളക് പൊടി ഒന്നും ചേർക്കണില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം നല്ല വാടി വന്നിട്ട് അതെ ഈ ഒരു ഡിഷിന് ഈ ഒരു വറ്റൽമുളകിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക ഉപ്പ് ചേർത്തു ചിക്കൻ അല്ലേ അപ്പോൾ ആ വറ്റൽമുളകും ഉള്ളിയും പിന്നെ തേങ്ങാക്കൊത്തൊക്കെ നല്ല രീതിക്ക് വാടിയിട്ടുണ്ട് അപ്പോൾ അത് 1.5 കിലോ ചിക്കനാണ് കേട്ടോ ചിക്കൻ ആ മസാലയിൽ നല്ല രീതിയിൽ ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ കുറച്ച് സമയം നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത്രയും സമയമായിട്ട് എന്താ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നമ്മളെ പഴയ വ്യൂവേഴ്സിനൊക്കെ ചിലപ്പോൾ അറിയുണ്ടാവും എന്താണ് ഞാൻ ഉണ്ടാക്കണതെന്ന് കാരണം ഉണ്ട് ഞങ്ങൾ ഫസ്റ്റത്തെ വീഡിയോ ഞങ്ങൾ ചെയ്തത് നമ്മളെ ചീരുള്ളി മീഡിയയുടെ ആദ്യത്തെ വീഡിയോ ചെയ്ത അന്നത്തെ ആ ഒരു വിഭവമാണ് ഇന്ന് ഞങ്ങളിവിടെ ഒന്നും കൂടി പുനരാവിഷ്കരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ വിഭവത്തിൻ്റെ പേരാണ് ചിക്കൻ ചേപ്പ അപ്പോൾ അന്ന് ഈ വീഡിയോ കാണാത്തവർക്ക് ഒന്നും കൂടി കാണാനും പിന്നെ അന്ന് കണ്ടവർ പിന്നെ നമ്മളടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു ചിക്കൻ ചേപ്പ ഒന്നും കൂടിയൊക്കെ ഉണ്ടാക്കി തരുമെന്ന് അങ്ങനെയും പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവരും ചോദിച്ചു ചിക്കൻ ചേപ്പാന്ന് കേട്ടപ്പോൾ ഇവർക്കൊരു അത്ഭുതം എന്താണ് ഡിഷ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒന്നും കൂടി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചതിൻ്റെ എല്ലാത്തിനും കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ഇടാൻ ഞങ്ങൾ വിചാരിച്ചത് അപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കാം ഇളക്കിയും കൂടി നോക്കട്ടോ പിന്നെ ഈ ഒരു ചിക്കൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ വെള്ളം ചേർക്കണില്ല കേട്ടോ ഈ ചിക്കൻ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ തന്നെ ഇങ്ങനെ ഉണ്ടായി വരും നാടൻ കോഴിയാണെങ്കിൽ ചേർക്കേണ്ടി വരും കേട്ടോ പിന്നെ ഈ ഒരു വിഭവം അതേ രീതിക്ക് തന്നെ നാടൻ കോഴി വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേവുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും
നമുക്കത് അടച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെ അടച്ച് വെച്ചിട്ടും തുറന്ന് വെച്ചിട്ടുമായിട്ട് ഇങ്ങനെ ഇളക്കി വേവിച്ചെടുക്കണം നമുക്കത്. നമ്മളെ ചിക്കൻ ചേപ്പ എന്തായി നോക്കണേ. ആ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടല്ലോ. കണ്ടില്ലേ? നമുക്ക് കഴിക്കാനായിട്ട് ബ്രെഡാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ബ്രെഡിക്ക് വെച്ചെടുക്കണേ. അപ്പോൾ നമ്മളെ ചിക്കൻ ചേപ്പ് അത് കഴിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണേ. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഷെരീഫ്ഖാനെ വിളിക്കുകയാണേ. ഷെരീഫ്ഖ വരും. ഒരു ഇൻട്രൊഡക്ഷൻ പറയണം. ഞാൻ കുറേ കുക്കറി ഷോ കാണുന്ന ആളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അവസരം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം. കാരണം എല്ലാ ഷോയിലും നമ്മൾ കാണാൻ അടിപൊളി എന്ന് പറയുന്നതാണ്. അപ്പോൾ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഇതിലുണ്ടോ? ഇല്ലില്ല, സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഓക്കെ. കണ്ടാൽ കുറച്ച് സ്പൈസി തോന്നുന്നുണ്ട് അല്ലേ? എന്തൊക്കെ എനിക്ക് സ്പൈസിയാണ് ഇഷ്ടമാണ്. സ്പൈസി ഇഷ്ടമാണ്. ഒന്നും തോന്നരുത്. വെറുപ്പൊന്നുമില്ലല്ലോ? ഇല്ലില്ല. സത്യസന്ധത പറട്ടെ. അടിപൊളിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഒരു കുറച്ച് സ്പൈസിയാണ്. എന്നാലും ഒരു എന്താ പറയുക, ചെറിയൊരു മധുരം പോലെ തോന്നിപ്പിക്കുന്നത്. നല്ല ബ്രെഡിന്റെ മധുരം അല്ലേ? നിങ്ങൾ ചിക്കന്റെ കഷ്ണം മാത്രം ഈ നല്ലൊരു എല്ലുള്ള ഈ ഒരു രീതിക്ക് നല്ലൊരു ഗ്രേവിയൊക്കെ ഇങ്ങനെ ആയിട്ടുള്ള കഷ്ണം എടുക്കണേ. മുളകും കൂട്ടി കഴിക്കണേ. ഒന്നും പറയല്ല, സത്യമായിട്ട് പറയാണ്. അടിപൊളി ആണോ? അടിപൊളി. ഒന്നും എനിക്ക് സ്പൈസി ഇഷ്ടമാണ്. കുറച്ച് സ്പൈസിയാണ്, ടേസ്റ്റിയാണ്. പിന്നെ ചെലവ് വളരെ കുറവാണ്. അതെ, എനിക്ക് തോന്നുന്നു ഇതിൽ കാര്യമായിട്ട് ഇതൊന്നും വരുന്നില്ല. ഇൻഗ്രീഡിയൻസ് കുറവാണ് അല്ലേ? അപ്പം എൻ്റെ അടുത്ത് അവിടുന്ന് അടുക്കളയിൽ നിന്ന് ചോദിച്ചു, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടേ, ചിക്കൻ മസാല വേണ്ടേ, മല്ലിച്ചപ്പ് വേണമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, നമുക്ക് ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടി മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. ശരിക്കും എടുത്ത് പറയാ വെച്ചാലും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ഉള്ളി പോലും ഇല്ല മസാല. കാര്യമായിട്ട് ഉള്ളി ഉണ്ടോ? ഉള്ളി ഉണ്ടോ? ചെറിയ ഉള്ളി കുറച്ച് ഉള്ള സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടും ഈ ഒരു സൗകര്യം വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ്. സത്യമായിട്ട് പറയാം. താങ്ക് യു. നമ്മളെ ചിക്കൻ ചേപ്പേൻ്റെ അഭിപ്രായം പറയാനായിട്ട് വേറൊരാളും കൂടി നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട്. ഇക്കൻ്റെ പേരൊന്നും അറിയോ? അബ്ദുൽ ഹമീദ്. ഷെരീഫ് ഖാന്റെ സുഹൃത്താണ്. സത്യം പറയണ? സത്യം പറഞ്ഞോളി. സൂപ്പർ വെറൈറ്റി. ഇങ്ങനത്തെ ഒരു ഡിഷ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. ഈ ചിക്കൻ ചേപ്പ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ? അതും ആദ്യമായിട്ട്. സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. ഇതൊന്ന് വീട്ടിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ? ഓക്കെ, വീഡിയോ കാണുമ്പോൾ ട്രൈ ചെയ്യാം. ഇന്ന് നമുക്ക് തന്നെ കഴിക്കും ചെയ്യാലോ. ഇനി എവിടെയും നിൽക്കണ്ട, നമുക്ക് അങ്ങടും കൂടി ഒന്ന് കൊണ്ടേ കൊടുക്കട്ടോ. ഹാരിസ് ബൈ, കമോൺ. നല്ലൊരു ഗ്രേവിയുള്ള നല്ലൊരു കഷ്ണം നോക്കിയെടുത്തോളി. ബ്രെഡ് കഴിക്കണമെന്നില്ല, ചിക്കൻ കൂട്ടി കഴിക്കാനാ. എനിക്കൊന്ന് എല്ലിൻ്റെ ആ ഒരു കഷ്ണം കൂടി വരുന്ന ഒരു ആയിരിക്കും ഒന്നും കൂടി ചിക്കൻ മാത്രമായിട്ടുള്ളതിനെ കാട്ടിലും. എന്തൊരു അഭിപ്രായം പറഞ്ഞു ഇതിന്റെ? എന്താണ് അങ്ങനെയാണ് സംഭവം? ബിജുക്കുട്ടൻ പറഞ്ഞ ഒന്നും പറയാനില്ല, രക്ഷയില്ല. പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റില് അടിപൊളി. നല്ലൊരു കട്ടൻ ചായയും കൂടി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊളിച്ചേന്ന്. അപ്പോൾ ഈ ഒരു ചിക്കൻ ചേപ്പേൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചിക്കൻ ചേപ്പ ഉണ്ടാക്കി നോക്കണം കേട്ടോ, മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ കക്കാടംപൊയിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ക്ലൗഡ് സെൻറ്ററിൽ എന്തായാലും നിങ്ങൾ വരണം. അത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിടുന്ന ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിൽ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ നല്ല നല്ല വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ.